നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ഏവൻഗേലിയോൻ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 37-ാം വാക്യം മാത്രം ഇപ്പോൾ വായിക്കുന്നു. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. 2026 ജനുവരി മാസം 25-ാം തീയതി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ഐക്യഞായറായി ആചരിക്കുന്ന ദിവസമാണ്. ഈ കാലഘട്ടത്തിൽ വിഭാഗീയത എല്ലാ മേഖലകളിലേക്കും അതിവേഗം പടരുകയാണ്. ജാതിമത വർഗവർണ്ണ വ്യതിയാനങ്ങളെ ഘടിപ്പിക്കുന്ന ഭാഷ, വേഷം, ഭക്ഷണം എന്നിവയെക്കുറിച്ച് പോലും തർക്കങ്ങൾ കനക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വർഗീയ വേർതിരിവുകൾ ജനമനസ്സിലേക്ക് ബോധപൂർവം കുത്തിവയ്ക്കപ്പെടുന്നു. സഭാജനങ്ങളിൽ ഡിനോമിനേഷൻ വികാരമാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എക്യൂമിനിസത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നു. എക്യൂമിനിസം എന്നത് കേവലം സഭകളുടെ ഐക്യം എന്നതിൽ നിന്നും മാനവരാശിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഐക്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. വൈവിധ്യത്തിനുള്ളിൽ സഹജീവനം എന്നത് സൃഷ്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് കേവലം വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുകയല്ല ആവശ്യം. സമകാലിക സാഹചര്യങ്ങളിൽ ഐക്യത്തിൻ്റെ പ്രായോഗികത കണ്ടെത്തുകയാണ് വേണ്ടത്. ഇന്ന് സഭയുടെ ഐക്യസാക്ഷ്യം അത്യന്തം പ്രസക്തമാണ്. ക്രിസ്തുവിൽ ഒരു ശരീരമായിരിക്കുന്ന സഭ ലോകത്തിൻ്റെ വേദനകളോട്, വിശപ്പിനോട്, അനീതിയോട് ഒരുമിച്ച് പ്രതികരിക്കുന്ന ആത്മീയ ബോധമാണ് എക്യൂമിനിസം. അതുകൊണ്ട് തന്നെ എക്യൂമിനിക്കൽ സൺഡേ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഭയുടെ സ്വത്വബോധത്തേക്കാൾ വലുതാണ് ലോകത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന സത്യമാണ്. വിശപ്പ്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അക്രമം, കുടിയേറ്റം, പ്രകൃതി ദുരന്തങ്ങൾ ഇവയെല്ലാം ഒരു സഭയ്ക്കോ ഒരു സമുദായത്തിനോ ഒറ്റയ്ക്ക് നേരിടാനാവാത്ത വെല്ലുവിളികളാണ്. ഇവിടെ വിശ്വാസത്തിൻ്റെ ഐക്യം പ്രവൃത്തിയിലൂടെ സാക്ഷ്യമായി മാറേണ്ടത് വളരെ അനിവാര്യമായ ഒരാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം വിശ്വാസ പ്രയോഗങ്ങളിലുള്ള ഐക്യത എന്നുള്ളതാണ്. യൂണിറ്റി ഇൻ ഫെയ്ത്ത് ആൻഡ് ആക്ഷൻ. ഈ വിഷയം ഇന്ന് വളരെ പ്രസക്തമാണ്. വിശ്വാസത്തിൽ ഐക്യമെന്നത് ക്രിസ്തുവിൽ നാം എല്ലാവരും ഒരേ കർത്താവിനെ അംഗീകരിക്കുന്നുവെന്ന ബോധമാണ്. എന്നാൽ അത് പ്രവൃത്തിയിലേക്ക് നയിക്കാത്ത പക്ഷം അത് അർത്ഥശൂന്യമായ ഒരു സിദ്ധാന്തമായി മാത്രം നിലനിൽക്കും. യേശു ആവശ്യപ്പെടുന്നത് വാക്കുകളിലെ ഐക്യമല്ല, ലോകത്തിൻ്റെ വിശപ്പിനോടും ദുഃഖത്തിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ ഞായറാഴ്ച നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള വേദഭാഗങ്ങൾ 1-ാം പാഠഭാഗമായ യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യോർദാൻ കടന്ന ശേഷം ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ കല്ലെടുത്ത് സ്മാരകമായി സ്ഥാപിക്കുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അത് കൂട്ടായ അനുഭവത്തിൻ്റെ സ്മാരകമാണ്. ദൈവം തൻ്റെ ജനത്തെ ഒരുമിച്ച് യോർദാൻ കടത്തി വിട്ടുവെന്ന സാക്ഷ്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണത്. എക്യൂമിനിസവും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം സഭകൾ ഒന്നിച്ച് ഓർക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയും വേണം. 2-ാം പാഠഭാഗമായ അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അത് ആദിമസഭയിലെ വിശ്വാസികൾ എല്ലാവരും ഏകഹൃദയവും ഏകാത്മാവുമുള്ളവരായിരുന്നു എന്ന് സാക്ഷിക്കുന്നു. അവരുടെ ഐക്യം വാക്കുകളിൽ മാത്രമായിരുന്നില്ല, പങ്കിടലിൽ അത് പ്രകടമാക്കി. ആരും മുട്ടുള്ളവർ ഉണ്ടായിരുന്നില്ല. എക്യൂമിനിസത്തിൻ്റെ ഏറ്റവും ശക്തമായ മാതൃക ഇതാണ്. അവരുടെ ആവശ്യങ്ങൾ ഒരുമിച്ച് നിറവേറ്റുന്ന കൂട്ടായ്മയാണ് സഭ. ഞായറാഴ്ചത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ലേഖന ഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് ദൈവം. സഭയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശുശ്രൂഷകളും സഭകളും പരസ്പരം മത്സരിക്കുന്നവയല്ല, ഒരേ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകുന്ന സഹപ്രവർത്തകരാണ്. എക്യൂമിനിസം ഈ ബോധത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന സത്യം ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു. സുവിശേഷ ഭാഗമായ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ പ്രധാനമായും 4 ചിന്തകൾ പങ്കുവെക്കുന്നു. ഒന്ന്, സഭയ്ക്ക് ലോകത്തിൻ്റെ വിശപ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയുകയില്ല.
യേശുവും ശിഷ്യന്മാരും വിശ്രമിക്കുവാനായി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോയെങ്കിലും ജനങ്ങളുടെ വിശപ്പ് യേശുവിനെ അസ്വസ്ഥമാക്കി. ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളുമായി യേശുവിനെ പിൻപറ്റുന്നു. 6-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ യേശു അവരെ കണ്ടപ്പോൾ അവന് അവരോട് കരുണ തോന്നി. കരുണയാണ് യഥാർത്ഥ ആത്മീയതയുടെ അടയാളം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ കരച്ചിൽ ഞാൻ കേട്ടു. ദൈവത്തിൻ്റെ ശബ്ദമാണ് ജനത്തിൻ്റെ വേദനയിൽ, നിലവിളിയിൽ, കഷ്ടപ്പാടിൽ മനസ്സലിയുന്ന ഒരു ദൈവം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നുവെന്ന് യേശു മനസ്സിലാക്കുന്നു. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ അർദ്ധപ്രാണനായ മനുഷ്യനെ കണ്ടപ്പോൾ കരുണ തോന്നി. അപ്രകാരം കരുണ തോന്നിയ മനുഷ്യനാണ് യഥാർത്ഥ അയൽക്കാരനെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നു. ഇവിടെ യേശു തൻ്റെ ഭാരം ശിഷ്യന്മാരുമായി പങ്കിട്ടു. യഥാർത്ഥ ആത്മീയത ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല. സഭകൾ ഒന്നിച്ചു ചേരുന്നത് ലോകത്തെ ഒഴിവാക്കാൻ ആകരുത്, ലോകത്തെ സേവിക്കാൻ ആയിരിക്കണം. ലോകത്തിൻ്റെ നിലവിളി അവഗണിക്കുവാൻ സഭയ്ക്ക് കഴിയുകയില്ല. എക്യുമിനിസം ലോകത്തിൽ നിന്നുള്ള പിൻവാങ്ങലല്ല, ലോകത്തിലേക്കുള്ള ദൈവിക ഇറങ്ങലാണ്. ഹെൻറി ജെ ന്യൂമാൻ എന്ന ചിന്തകൻ ഇപ്രകാരം പറയുന്നു: കമ്പാഷൻ ഈസ് നോട്ട് എ ഫീലിംഗ് ബട്ട് എ പാർട്ടിസിപ്പേഷൻ ഇൻ ദ സഫറിംഗ് ഓഫ് അതേഴ്സ്. 2, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഐക്യത്തിലേക്കുള്ള യേശുവിൻ്റെ വിളിയാണത്. ജനത്തെ വിട്ടയക്കുവാൻ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുമ്പോൾ യേശു ഉത്തരവാദിത്വം അവരിലേക്ക് തിരിച്ചുവിടുന്നു. വിശപ്പ് ദൈവശാസ്ത്രപരമായ ഒരു ചോദ്യമല്ല, അത് സഭയുടെ പ്രവർത്തനപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. എക്യുമിനിസം ഇവിടെ കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് ദൈവം ആവശ്യപ്പെടുന്ന പ്രതികരണമാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ മരുഭൂമിയിൽ മന്ന ദൈവം വർഷിപ്പിക്കുന്നു. പക്ഷേ ശേഖരിക്കുവാനുള്ള ഉത്തരവാദിത്വം മനുഷ്യനിലാണ്. അവനിറങ്ങി അത് ശേഖരിക്കണം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വിശപ്പുള്ളവനെ വെറും വാക്കുകളാൽ ആശ്വസിപ്പിക്കുന്ന വിശ്വാസം മരിച്ച വിശ്വാസം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം നൽകി എന്നാണ് കർത്താവ് പറയുന്നത്. എക്യുമിനിസം ഇവിടെ വ്യക്തമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒരുമിച്ച് പ്രസ്താവിക്കുന്ന വിശ്വാസമല്ല, മറിച്ച് ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വമാണ് ശരിയായ എക്യുമിനിസം. ഡിട്രീച്ച് ബോൺഹോഫർ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ചർച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ ഇറ്റ് സെൽഫ് ബട്ട് ഫോർ ദി വേൾഡ്. 3, ഈ വേദഭാഗം പറയുന്നു: അല്പം പങ്കുവെച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചു. 5 അപ്പവും 2 മീനും അത് പോരായെന്ന് ശിഷ്യന്മാർ കരുതുന്നു. പക്ഷേ യേശു ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 6-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. ദൈവം ചോദിക്കുന്നത് നമുക്കില്ലാത്തതിനെയല്ല, നമുക്കുള്ളതിനെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മളുടെ വിഭവങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ അന്വേഷണം വളരെ പ്രസക്തമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വിധവയുടെ അല്പം എണ്ണ ദൈവം തമ്പുരാൻ വർദ്ധിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശു ബാലകന്റെ കൈവശമുള്ള അല്പം അപ്പത്തെ 5000-ത്തിലധികം വരുന്ന ജനസഞ്ചയത്തെ പോഷിപ്പിക്കുവാൻ ദൈവം എടുത്തുപയോഗിക്കുന്നു. 5 അപ്പവും 2 മീനും ലോകത്തിൻ്റെ കണക്കിൽ വലിയ വിഭവങ്ങളല്ല. എന്നാൽ അത് യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ എല്ലാവർക്കും മതി വരത്തക്ക വിധത്തിൽ, സംതൃപ്തരാക്കത്തക്ക വിധത്തിൽ യേശു കർത്താവ് അതെടുത്ത് ഉപയോഗിക്കുകയാണ്. സഭകൾ പലപ്പോഴും ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇപ്രകാരം പറയുന്നു: നമ്മൾ ചെറുതാണ്, വിഭവങ്ങൾ കുറവാണ്, മൂലധനം ഒന്നിനും പര്യാപ്തമല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ എക്യുമിനിസം പഠിപ്പിക്കുന്നത്
ചെറുതുകൾ ഒരുമിച്ചാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്ക് അത് ഇടം ഒരുക്കുന്നു. ദൈവിക സമൃദ്ധിയുടെ അനുഭവമായിട്ട് അത് മാറുകയാണ്. പ്രിയരെ, ഐക്യം അളവിലല്ല, മനസ്സിലാണ് ആരംഭിക്കേണ്ടത്. മദർ തെരേസയുടെ ഒരു വാചകം ഇപ്രകാരമുണ്ട്: God does not call us to be successful, but to be faithful with what we have. 4 അവശേഷിപ്പിച്ച കഷണങ്ങൾ അത് പങ്കിടലിൻ്റെയും ഐക്യത്തിൻ്റെയും സാക്ഷ്യവും സമൃദ്ധിയുമാണ്. എല്ലാവരും തൃപ്തരായി. പിന്നെയും 12 കുട്ട നിറഞ്ഞു. 6-ാം അധ്യായം 43-ാം വാക്യം. പങ്കിടൽ ഒരിക്കലും നഷ്ടമല്ല, അത് ദൈവരാജ്യത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. 12 കുട്ട നിറഞ്ഞു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് പങ്കിടൽ നഷ്ടമല്ല, സമൃദ്ധിയാണ്. എക്യൂമെനിക്കൽ പ്രവർത്തനങ്ങൾ സഭയെ ദുർബലമാക്കുന്നില്ല, മറിച്ചത് സഭയെ ലോകത്തിന് മുന്നിൽ വിശ്വാസയോഗ്യമായ സാക്ഷ്യമാക്കി മാറ്റുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ ഇത്ര പങ്കിട്ടിട്ടും അവരിൽ ഒരുത്തർക്കും കുറവില്ലായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. വോൾട്ടർ ബ്രൂക്ക്മാൻ എന്ന് പറയുന്ന ചിന്തകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഷെയറിംഗ് ഈസ് നോട്ട് അബൌട്ട് ഗിവിംഗ് വാട്ട് ഈസ് ലെഫ്റ്റ് ഓവർ, ഇറ്റ് ഈസ് അബൌട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗോഡ്സ് അബണ്ടൻസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എക്യൂമെനിക്കൽ പ്രതിബദ്ധത എന്നത് ഒരുമിച്ച് വിശ്വാസഘോഷണം നടത്തുന്നതിൽ മാത്രം ഒതുങ്ങരുത്. സഭകൾ ഒരുമിച്ച് ചെയ്യേണ്ടത് ബിഷപ്പിനും ദാരിദ്ര്യത്തിനുമെതിരായ സംയുക്തമായിട്ടുള്ള പ്രവർത്തനം, ലോകത്തിൻ്റെ ആവശ്യങ്ങളിൽ സഭാഭേദമില്ലാത്ത സഹകരണം, നീതിക്കും സമാധാനത്തിനുമായുള്ള പൊതുസാക്ഷ്യം, കുട്ടികൾ, സ്ത്രീകൾ, അശക്തർ, കുടിയേറ്റക്കാർ എന്നിവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചുള്ള നിലപാട് എന്നിവയാണ് വിശ്വാസത്തിലെ ഐക്യം പ്രവൃത്തിയിലൂടെ സാക്ഷ്യമാക്കി മാറ്റുന്ന വഴികൾ. പ്രിയരെ, എക്യൂമിനിസം സഭകളുടെ ഐക്യം മാത്രമല്ല, അത് ലോകത്തിൻ്റെ വിശപ്പിനോടുള്ള സഭയുടെ ഒരുമിച്ചുള്ള പ്രതികരണമാണ്. യേശുവിൻ്റെ വാക്കുകൾ ഇന്നും മുഴങ്ങുന്നു: നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവിൻ. ലോകം നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞു തന്നത് മതി, ഇനി നിങ്ങൾ പകുത്തു തരിക. ഈ എക്യൂമെനിക്കൽ സൺഡേയിൽ നമ്മുടെ ഐക്യം പ്രസംഗങ്ങളിൽ മാത്രമാകാതെ, നമ്മുടെ വിശ്വാസം പ്രസ്താവനകളിൽ മാത്രം പരിമിതപ്പെടുത്താതെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ ലോകം കാണുവാൻ ഇടയാകണം. അതിനായി നമ്മെ തന്നെ ഒരുക്കുകയാണ് ആവശ്യം. മതനേതാക്കൾ ഒരേ വേദിയിൽ കൈകോർത്ത് നിൽക്കുന്നതല്ല എക്യൂമെനിസം. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ, അവരൻ്റെ വിശപ്പിനെ നേരിടുന്നതിലാണ് എക്യൂമെനിസം സാധ്യമായി തീരേണ്ടത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ഒരുമിച്ച് അപ്പം മുറിക്കുമ്പോഴാണ് ലോകം ക്രിസ്തുവിനെ കാണുന്നത്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന കൽപ്പനയാണ് സഭയുടെ എക്യൂമെനിക്കൽ മാനദണ്ഡം. അതോടൊപ്പം എക്യൂമെനിസത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥവും. അത് യാഥാർത്ഥ്യമാക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം അതിനായി നമ്മെ എടുത്തുപയോഗിക്കട്ടെ. ആമേൻ.